അപ്പം റിഫ്രാക്ഷൻ ത്രൂ പ്രിസം ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ കാണിച്ചതാണ്. പ്രിസത്തിൻ്റെ ഇമേജ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചതാണ്. ഒരു ഒപ്റ്റിക്കൽ ഡിവൈസാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് റെക്റ്റാങ്കുലർ ഫേസും 2 ട്രയാങ്കുലർ ഫേസുമാണ് ഉള്ളത്. അതിൽ ഒരു റെക്റ്റാങ്കുലർ ഫേസ് ഒപ്പേക്കാണ്. റിഫ്രാക്ഷൻ നടക്കുന്നത് 2 റെക്റ്റാങ്കുലർ ഫേസിലൂടെയാണ്. അപ്പം ലൈറ്റ് ഒരു റെക്റ്റാങ്കുലർ ഫേസിനകത്തൂടെ വൈറ്റ് ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ളതാണ് പ്രിസത്തിൻ്റെ പ്രത്യേകത. പിന്നെ 2 റിഫ്രാക്റ്റീവ് ഫേസുകൾ ചേരുന്ന ഈ ഭാഗത്തിന് നമ്മൾ ആംഗിൾ ഓഫ് പ്രിസം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് നിങ്ങളൊന്ന് എഴുതിക്കോ. ഡിസ്പെർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ബൈ എ ഗ്ലാസ് പ്രിസം. ഹെഡിങ് എഴുതുക. ഡിസ്പെർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് by a glass dispersion of white light by a glass. വീണ്ടും ആ പ്രിസത്തിൻ്റെ ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഇത് വരയ്ക്കുക. ശരിക്കും നമ്മൾ ഇന്നലെ വരച്ചത് ഇവിടെ ശരിക്കും വൈറ്റ് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ 7 കളറിനകത്തെ ഒരു കളറിൻ്റെ കേസ് എടുത്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വരച്ചത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു വൈറ്റ് ലൈറ്റ് വന്ന് ഇവിടെ വന്ന് വീഴും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഇത് എന്ത് സംഭവിക്കും? അങ്ങനെയാണ് ഇത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൽ നോക്കിയോ, ആദ്യം നോക്കിയോ, മുകളിൽ ഉണ്ട് ഇവിടെ ഇങ്ങനെ 1 ഇവിടെ ഇങ്ങനെ. ഏറ്റവും താഴെ വയലറ്റ് ആണ്. ഏറ്റവും താഴെ വയലറ്റ്, പിന്നീട് ഇൻഡിഗോ, പിന്നീട് ബ്ലൂ, പിന്നീട് ഗ്രീന്, പിന്നീട് യെല്ലോയ്, പിന്നീട് ഓറഞ്ച്, പിന്നീട് റെഡ്. കണ്ടോ ഇങ്ങനെ. അത് വയലറ്റ്, ഇൻഡിഗോയ്, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്. കണ്ടോ, ഇങ്ങനെ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 7 കളറിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേര് സ്പെക്ട്രം എന്നാണ്. ഓക്കെ ആണല്ലോ. 7 കളറിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേര് സ്പെക്ട്രം എന്നാണ്. ഓക്കെ, ഇനിയും ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഡിസ്പെർഷൻ എന്ന് പറയും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലൈറ്റ് റേ, ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈറ്റ് റേ എങ്ങനെ പോയേനെ? ഇങ്ങനെ പോയേനെ, ശരിയല്ലേ? ഇങ്ങനെ പോയേനെ. അപ്പം അത് പോയേനെ എന്നുള്ളതായതുകൊണ്ട് നമുക്ക് അതിനെ ഡോട്ട് ഇട്ട് കാണിച്ചാൽ മതി. ശരിക്കും അങ്ങനെ അല്ലല്ലോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ച ആർക്കാ? അതായത് ശ്രേയ ഒന്ന് പറഞ്ഞേ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ച ആർക്കാ? റെഡിനാണോ ഡീവിയേഷൻ? റെഡ് കണ്ടോ, റെഡ് ഇത്രയുമേ ഡീവിയേറ്റ് ചെയ്തുള്ളൂ ഇതിൽ നിന്ന്. പക്ഷെ വയലറ്റ് നോക്കി, വയലറ്റ് ഇതുകൊണ്ട് ഇത്രയും ഡീവിയേഷൻ സംഭവിച്ചു. കണ്ടോ, ശരിയല്ലേ? ആണോ ശ്രേയ? മനസ്സിലായില്ലേ? അതായത് റെഡ് ഈ നമ്മൾ യൂഷ്വൽ, അതായത് ഇത് പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയതിനെ, ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും റെഡിന് അതിൻ്റെ ഇത്രയും ചരിവേ ഉണ്ടായുള്ളൂ. പക്ഷെ വയലറ്റിന് നോക്കി ഇത്രയും ചരിവുണ്ടായി. അതാണല്ലോ നമ്മൾ ഡീവിയേഷൻ കഴിഞ്ഞ തവണ പഠിച്ചത്. ഇത് റെഡിൻ്റെ ഡീവിയേഷനും അതായത് ഇത് വയലറ്റിൻ്റെ ഡീവിയേഷനും. അപ്പം ഡീവിയേഷൻ ഓഫ് വയലറ്റ് ആണ് കൂടുതൽ. വയലറ്റിൻ്റെ ഡീവിയേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഈ പടം വരച്ചിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം, ഒരു ഡോട്ട് ഇടാം. വെൻ വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് through, when white light is passed through a glass prism, it split into
a band of 7 colors known as spectrum. This phenomenon is called as dispersion. അപ്പം വൈറ്റ് ലൈറ്റിനകത്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കളർ എന്താ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കളറുകളാണ്. അപ്പം വൈറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കളേഴ്സ് ഏതൊക്കെയാണ്? വൈറ്റിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് കളേഴ്സ് എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക. angle of deviation of violet is more than that of red. അതുകൂടെ എഴുതുക. എന്നിട്ട് എഴുതേണ്ടത് angle of deviation is inversely proportional to wavelength. എന്താണ് വേവ് ലെങ്ത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് വേണമെങ്കിൽ വരച്ചു നോക്കിക്കോണം. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡ് കളറിന്റെ വേവ് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത്. കണ്ടോ? ഇതൊരു വേവാണ്. ഓക്കെ. എന്നാൽ വയലറ്റ് കളറിന്റെ വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത്. നോക്കിയോ? വയലറ്റ് കളറിന്റെ വേവ് ഇങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പം ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേവിന്റെ ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയാ, ലാംഡ. നമ്മൾ പണ്ട് സൗണ്ടിന്റെ ഒക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചാണ്. അതായത് ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഒരു വേവിന്റെ ലെങ്ത്. അത് ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് ഇതാണ് ശരിക്കും ഒരു വേവ്. ഈ ഒരു വേവിന്റെ ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡയാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ലാംഡ. വയലറ്റിന്റെ കേസിൽ ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര? ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ, ഇല്ലയോ? അപ്പം അതാണ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. കണ്ടോ? അപ്പം ഇവിടെ റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്, വയലറ്റിന്റെ വേവ് ലെങ്ത് കുറവാണ് എന്നുള്ള കാര്യം ആലോചിച്ചു. ഓക്കെ. അപ്പം വേവ് ലെങ്ത് കൂടുതലുള്ള ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ വഴി ഇങ്ങനെ എഴുതാം. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്ന് കൂടും, അതാണ് അർത്ഥം. അപ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ means, സൈഡിലോട്ട് എഴുതി വെച്ചേക്കണേ, means if one quantity increases other decreases and എന്താണ് and vice versa എന്ന് പറയുമ്പോൾ തിരിച്ചും vice versa. അത് സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറവായിരിക്കും. എന്നാൽ വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് ഇപ്പം റെഡിനെ സംബന്ധിച്ച് റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്.
അപ്പോൾ ഡീവിയേഷൻ എന്തായിരിക്കും? ഡീവിയേഷൻ കുറവായിരിക്കും. എന്നാൽ വയലറ്റിനെ സംബന്ധിച്ചോ, വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അപ്പോൾ ഡീവിയേഷൻ എന്തായിരിക്കും? ഡീവിയേഷൻ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഈ ഡീവിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാണെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു ഉദാഹരണം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു 10 പേര് അല്ലെങ്കിൽ ഒരു 20 പേര് ഈ ക്ലാസ് റൂമിൽ ഓരോ റോ ആയിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ. ഞാൻ ഈ കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ കൈ വെച്ചിട്ട് നിങ്ങളെ എല്ലാവരെയും എന്ത് ചെയ്യും? ഇടിക്കേണ്ടി വരും. ശരിയല്ലേ? ആണ്. ഇടിച്ചിട്ട് എൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? മാറിപ്പോവും ഇല്ലേ? അപ്പം ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ചെന്ന് എന്ത് ചെയ്യും? ഇടിക്കും. നേരെ മറിച്ച് ഞാൻ തന്നെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ, ഇങ്ങനെ പോവാണെങ്കിൽ കൃത്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ മുട്ടാതെ ഇടയ്ക്ക് കൂടെ നേരെ പോകാൻ പറ്റും. അപ്പം ഇവിടെ നോക്കിയോ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു എൻ്റെ ഹാൻഡിൻ്റെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായതുകൊണ്ട് ആ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഇടിക്കേണ്ടി വരും. ഇടിച്ച് ഞാൻ ഡീവിയേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലായോ? തിരിയേണ്ടി വരും. പക്ഷെ നേരെ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും എന്താ, എനിക്ക് ആരുടെയും ദേഹത്ത് ഇടിക്കാതെ കൃത്യം ഇടയ്ക്കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇടിച്ചാലും ചെറിയ രീതിയിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഇടിക്കത്തുള്ളൂ. ഇപ്പോൾ ചെറിയ രീതിയിൽ ഡീവിയേഷൻ നടക്കത്തുള്ളൂ. ഇവിടെയും അത് തന്നെയാണ്. നോക്കിയേ, ഈ വേവ് നോക്കിയേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നോക്കിക്കോളൂ. അതായത് ഇത് വരയ്ക്കണ്ട, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വരച്ചാൽ മതി. അറ്റ്മോസ്ഫിയറിൽ കൂടെ ആണല്ലോ വേവ് പോകുന്നത്. അറ്റ്മോസ്ഫിയറിൽ ഇഷ്ടത്തിന് വലുതും ചെറുതുമായിട്ടുള്ള കുറേ പാർട്ടിക്കിൾ ഇങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പം ഈ എന്താണ് നമ്മുടെ റെഡ് വേവ് ഇതുവഴി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? റെഡ് വേവ് കണ്ടോ, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് റെഡ് വേവ് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യം എന്ത് ചെയ്യാം? ഇതിനിടയിൽ കൂടെ ഒക്കെ കൂടുതൽ എവിടെ ഇടിക്കാതെ, ഇടിച്ചു കഴിഞ്ഞാൽ ഡീവിയേഷൻ സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് ഇതുവഴി വയലറ്റാണ് പോകുന്നതെങ്കിലോ, വയലറ്റ് വേണ്ട ഇച്ചിരി കുനിപ്പുള്ളതാണ്, അതിന് ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് കണ്ടോ, ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇത് അവിടെ ഇവിടെ ഇടിച്ച് ഈ വയലറ്റ് ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്തു. റെഡ് ഓൾമോസ്റ്റ് വേവ് ലെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഡീവിയേഷൻ വളരെ കുറവായിരിക്കും. ഇതാണ് അതിൻ്റെ ലോജിക്ക്. ഓക്കെ, ഇനിയും ഫ്രീക്വൻസി അടുത്തൊരു ടേമിൽ പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ ടേമിൽ പറയേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതാം. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. വേവ് ലെങ്ത് ഈസ് inversely proportional to frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയുന്നു, ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാൻ നോക്കിയോ. ഫ്രീക്വൻസി എന്താണെന്നുള്ള കാര്യം നമ്മൾ പണ്ട് പഠിച്ചാണ്. 1 സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടാക്കുന്നു അതാണ് അതിൻ്റെ ഫ്രീക്വൻസി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ടൈം എടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, ഇത് 1 സെക്കൻഡാണ്, 1 സെക്കൻഡ് ടൈമാണ്. ഈ 1 സെക്കൻഡിൽ വയലറ്റ് എന്ന് പറയുന്ന വേവ് ഒരു 1 2 3 വേവ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ഹേർട്സ് ആയിരിക്കും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്. അതേപോലെ തന്നെ അതേ ടൈം ഇൻ്റർവെൽ തന്നെ എടുത്തിരിക്കുകയാണ് 1 സെക്കൻഡ്. 1 സെക്കൻഡിനകത്ത് റെഡ് ഉണ്ടാക്കുന്ന വേവ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വേവ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. നോക്കിയോ, അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി 1 ഹേർട്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വേവ് ലെങ്ത് ഒന്ന് നോക്കിയേ. അതായത് ഇവിടെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഒരു വേവിൻ്റെ ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വയലറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഇതാണ്. എന്നാൽ ഇവിടെ റെഡിൻ്റെ വേവ് ലെങ്ത് നോക്കിയേ. റെഡിൻ്റെ വേവ് ലെങ്ത് ഒരു വേവിൻ്റെ ലെങ്ത് വേണ്ടി ഇത്രയും വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫ്രീക്വൻസി 3 ഹെർട്സ് ആയിരുന്നപ്പം വേവ് ലെങ്ത് ഒരു പർട്ടിക്കുലർ ആയിരുന്നു. ഫ്രീക്വൻസി കുറഞ്ഞപ്പോൾ നോക്കി വേവ് ലെങ്ത് കൂടി. കണ്ടോ, ഫ്രീക്വൻസി 3 ആയപ്പം വേവ് ലെങ്ത് കുറവായിരുന്നു. ഫ്രീക്വൻസി കുറഞ്ഞപ്പോൾ 1 ഹെർട്സ് ആയപ്പോൾ വേവ് ലെങ്ത് കൂടി. അപ്പം ഫ്രീക്വൻസി വേവ് ലെങ്ത് എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി ആണല്ലോ. അപ്പം 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കുനിപ്പ് കൂടുമെന്ന് അർത്ഥം. കുനിപ്പ് കൂടിയാൽ ഡീവിയേഷൻ കൂടും. കാരണം എന്താ, അവിടെ ചെന്ന് തട്ടി ഡീവിയേറ്റ് ചെയ്യും. എന്നാൽ വേവ് ലെങ്ത് കുറവാണെങ്കിൽ, വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പോൾ ഡീവിയേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയാം. ഇതിപ്പം റെഡാണ്. റെഡിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും,
ഫ്രീക്വൻസി കുറവായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്നു. അതുകൊണ്ട് ഡീവിയേഷനും എന്ത് ചെയ്യും, ഡീവിയേഷനും കുറവായിരിക്കും. അതായത് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രിസത്തിനകത്തൂടെ പോയപ്പോൾ ഇങ്ങനെ പോകുന്ന സാധനം റെഡ് എന്ത് ചെയ്തത്, റെഡ് രണ്ട് ഇവിടെ മുകളിലാണ് വന്നത്, ഇത്രയുമേ ഡീവിയേറ്റ് ചെയ്തുള്ളൂ. പക്ഷെ വയലറ്റ് രണ്ട് ഇത്രയും ഡീവിയേറ്റ് ചെയ്തു. അപ്പം വയലറ്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ വയലറ്റിൻ്റെ വേവ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് കുനിപ്പ് കൂടുതലാണ്. അപ്പം ഇവിടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവാണ്. അപ്പം ഫ്രീക്വൻസി കൂടുതലായിരിക്കും, കുനിപ്പ് കൂടുതലായിരിക്കും. അപ്പം എവിടെയെങ്കിലും ചെന്ന് തട്ടും, അപ്പോൾ ഡീവിയേഷൻ എന്ത് ചെയ്യും, ഡീവിയേഷൻ കൂടും. ഇതാണ് ലോജിക്ക്. കാണാതൊരിക്കലും പഠിക്കല്, മനസ്സിലാക്കി വേണം ഇത് പഠിക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഫ്രീക്വൻസി ഒക്കെ വേണമെങ്കിൽ ഞാൻ ഈ പടം വരച്ച് എഴുതിയിട്ടുവാണ് കേട്ടോ. ഈ പടം വരച്ചിട്ട് ഫ്രീക്വൻസിയുടെ താഴെ ഇത് 1 സെക്കൻഡാണെന്നുള്ളതും 1 സെക്കൻഡിൽ അവിടെ 1 വേവ്, ഇവിടെ 3 ഫ്രീക്വൻസി, ഇവിടെ 3 വേവ്സ് ആണെന്നുള്ള കാര്യം എഴുതിയിടുക. ഇവിടെ 3 വേവ്സ് ആണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രീക്വൻസി 3 വേവ്സ് എഴുതിയത്. 3 വേവ്സ് ഇൻ 1 സെക്കൻഡ്, 3 വേവ്സ് ഇൻ 1 സെക്കൻഡ്, 1 സെക്കൻഡ്. ഇവിടെ എന്താണ്, ഇവിടെ 1 വേവ് ഇൻ 1 സെക്കൻഡ്, 1 വേവ് ഇൻ 1 സെക്കൻഡ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഡിസ്പെർഷൻ നടക്കുന്നത്, അതായത് വൈറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ പറഞ്ഞു, റെഡിൻ്റെ ഫ്രീക്വൻസി അല്ല വയലറ്റിന്, റെഡിൻ്റെ വേവ് ലെങ്ത് അല്ല വയലറ്റിന്. അങ്ങനെ ഓരോ കളറിനും ഓരോ ഫ്രീക്വൻസിയും ഓരോ വേവ് ലെങ്തും ആയതുകൊണ്ടാണ് ഇവിടെ ഡിസ്പെർഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ എഴുതിക്കോ, വൈ spectrum is formed when white light is passed through a glass prism, അപ്പം അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഈച്ച് കളർ ഹാസ് എ definite wavelength and for each wavelength angle of deviation differs. ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഓരോ വേവ് ലെങ്ത് ഉള്ള കളറിനും ഓരോ ഡീവിയേഷനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് 7 ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ എഴുതാം, റെഡ് കളർ ഈസ് ദ ലീസ്റ്റ് ഡീവിയേറ്റഡ് and violet is the most deviated.
So different colors deviate at different angles. Different angles. Different colors deviate at different angles. ക്ലിയർ ആണോ? എലീജ ഒക്കെ ഓക്കെ ആണോ? എലീജ ഒന്ന് പറഞ്ഞേ. എലീജ ഡീൻ ഓക്കെ ആണോ? അക്ഷിതയും ശ്രേയൊക്കെ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ 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 നോക്കിക്കോളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. കാരണം റെയിൻബോയെ പറ്റി നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. ആ റെയിൻബോയിൽ നടക്കുന്നൊരു പ്രതിഭാസമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും ഇല്ല. പരീക്ഷയ്ക്ക് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഹെഡിങ് എഴുതിക്കോ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ്, ഒരു റിഫ്രാക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ് റിഫ്ലക്റ്റിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരു നല്ല ഉദാഹരണം പറയാം. നമ്മൾ കിണറ്റിൽ പോയിട്ട് നമ്മുടെ മുഖം നോക്കുന്ന സമയത്ത് കിണറിൻ്റെ അടിഭാഗത്തേതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മുഖവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ശരിക്കും അതെന്തേ കാണാൻ പാടുള്ളൂ? നമ്മുടെ മുഖം അതിനകത്ത് കാണാൻ പാടില്ലാത്തതാണ്. കാരണം അത് റിഫ്രാക്റ്റിംഗ് ആയിട്ടുള്ള സർഫസാണ്. വെള്ളവും എയറും തമ്മിലുള്ള റിഫ്രാക്റ്റിംഗ് ആയിട്ടുള്ള സർഫസാണ് അടിയിൽ നമ്മുടെ മുഖം കാണും. പക്ഷേ എപ്പോഴും പോയി നോക്കിയാൽ നമ്മുടെ മുഖം കാണത്തില്ല. ഒരു പർട്ടിക്കുലർ സമയമുണ്ട്. ആ സമയത്ത് മാത്രം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അതായത് ഒരു വെട്ടം ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്ന് വീഴുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു നട്ടുച്ചയ്ക്കൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളുടെ ഫേസ് കാണാൻ പറ്റില്ല. എന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനാണ്. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ആദ്യം ഈ പടം ഒന്ന് വരച്ചോ. അതായത് ഞാനൊരു ഒരു 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 പടം തേടി, ഇതൊരു റിഫ്രാക്റ്റിംഗ് ഫേസ് ആണേ. ഇത് ഒരു 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 ഡെൻസർ മീഡിയവും, ഇതൊരു ഡെൻസർ മീഡിയവും, ഇതൊരു റെയറർ മീഡിയവുമാണ്. കാരണം ലൈറ്റ് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇവിടെ നിന്നൊരു ലൈറ്റ് റേ ഇവിടെ കൊണ്ടുവന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. നമുക്കറിയാം ആദ്യം ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നുള്ളതുകൊണ്ട് ഇതിന് നോർമൽ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇതാണ് അതിൻ്റെ നോർമൽ. അപ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് ഈ വന്ന് വീണ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ആംഗിൾ ഐ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദി നോർമലാണ്. ദെൻ ഇങ്ങനെ പോകുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ. ഇനി ഞാൻ ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ റിഫ്രാക്റ്റിംഗ് സർഫസിലോട്ട് ഇൻസിഡൻറ്റ് ചെയ്യിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇവിടെയാണ് നോർമൽ വരയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടിലും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത്, അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ ആംഗിളിൽ എന്ത് ചെയ്യും? അത് റിഫ്രാക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. വീണ്ടും ഞാൻ ഈ പോയിന്റിൽ തന്നെ വെച്ചിട്ട് ഞാൻ വേറൊരു ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പം ഇവിടെ നോർമൽ തന്നെ ഇങ്ങനെ വരയ്ക്കണം. ഇപ്പോൾ ഈ റേ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമോ? ഈ റിഫ്രാക്റ്റിംഗ് സർഫസിന് നേരെയാണ് പോകുന്നതെന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതായത് ഇങ്ങനെ നോക്കിയോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇപ്പം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണിത്. അപ്പോൾ ഉറപ്പായിട്ടും അതിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും ഇത്. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ആയി. അപ്പം ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എന്തായി? 90 ഡിഗ്രി ആയി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഒരു പ്രത്യേക പേരുണ്ട്. അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. ഒന്നെങ്കിൽ ചില സ്കൂളിൽ പഠിപ്പിക്കുവാണെങ്കിൽ അതിനെ IC എന്നോ അല്ലെങ്കിൽ ചില സ്കൂളിൽ വെറും C എന്നോ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതായത് എല്ലാ സർഫസിനും ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിനാണെങ്കിൽ ഓൾമോസ്റ്റ് 42 ആ ഒരു റേഞ്ചാണ്. അപ്പം ആ ഒരു ആംഗിളിൽ ഞാൻ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രിയിൽ റിഫ്രാക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കേസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് തീരും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇനി അവിടെ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിളിൽ ഞാൻ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കാൻ പോവാം. അപ്പോൾ ഒന്ന് നോക്കിയേ, അപ്പോഴത്തെ നോർമൽ ഏതാ? അപ്പുറത്തെ നോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഇതായിരിക്കുമല്ലോ. അപ്പോഴത്തെ നോർമൽ നമ്മൾ തന്നെ ഇങ്ങനെ വരയ്ക്കാം. ഇനി നോക്കിയേ, അപ്പം ഇപ്പം ഈ വന്നു വീണിരിക്കുന്ന ആംഗിള് വേണ്ട ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും വലിയ ആംഗിളാണ്. അതായത് IC ഇപ്പം ഈ വന്നിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ, അതായത് ഏതൊരു റിഫ്രാക്റ്റിംഗ് മീഡിയത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് നമ്മൾ കൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അത് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ പോലും അത് റിഫ്രാക്റ്റ് ചെയ്യത്തില്ല. പകരം അതെന്ത് ചെയ്യുന്നറിയോ? റിഫ്ലക്റ്റ് ചെയ്ത് സെയിം മീഡിയത്തിലേക്ക് വരും. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് കണ്ടോ? ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. എവിടെ തൊട്ട് പറയണം? മൊത്തം പറയണം. ഓക്കെ. അതായത് ഇവിടെ നോക്കിയേ, ഞാൻ ഓരോ കേസും ശ്രദ്ധിക്കണേ. എവിടാണോ മനസ്സിലാകുന്നില്ല അവിടെ തന്നെ വെച്ച് എന്നോട് ചോദിക്കണേ. മൊത്തം പറഞ്ഞു ഇനിയിപ്പം മൊത്തം പറഞ്ഞു തരേണ്ടി വരും. അപ്പോൾ എവിടെയാണോ കട്ടായി പോകുന്നത് അപ്പം തന്നെ എന്നോട് ചോദിക്കാം. ഓക്കെ. ഇവിടെ നോക്കിയോ, നമ്മൾ ഇപ്പോൾ ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? ഞാൻ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഇവിടെ കൺസിഡർ ചെയ്യാണ്. ആ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ലൈറ്റിനെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ കേസിൽ ഞാൻ ഡെൻസറിൽ നിന്ന് ഈ റെഡിൻ്റെ മണ്ടക്കെടുത്താൻ വരയ്ക്കാം. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോയപ്പോൾ ഇത് വന്ന് വീണ് ഇത് ഒരു ഇൻസിഡൻറ്റ് റേ ആണ്. അപ്പോൾ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദി നോർമലാണ്. അപ്പോൾ എവേ ഫ്രം ദി നോർമലായിട്ട് പോയി. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് ഞാൻ ലൈറ്റിനെ വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇതാണ് നോർമൽ, വേണ്ട ഇതാണ്. അപ്പോൾ ആ നോർമൽ എന്താ? അപ്പോൾ നമുക്ക് ആ നോർമൽ വരച്ചു. നോർമൽ വരച്ചപ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പം ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ എന്ത് ചെയ്യും? അത് നേരത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനേക്കാളും കുറച്ചുകൂടെ വലിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ റിഫ്രാക്റ്റ് ചെയ്യും, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഇനി അവിടെ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിളിൽ ഞാൻ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ നോർമൽ വരച്ചു. ആ സമയത്ത് ഞാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കി, അല്ലെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേ നോക്കിയപ്പോൾ ആ സർഫസിന് പാരലായിട്ട് തന്നെ ഇങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് ഇപ്പം രണ്ട് കാര്യം മനസ്സിലായി. ഇപ്പം ആദ്യത്തേനേക്കാളും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് രണ്ടാമത്തേനേക്കാളും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് മൂന്നാമത്തെ. ഈ മൂന്നാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡൻറ്റ് ചെയ്യിച്ചപ്പോഴാണ് എനിക്ക് ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കിട്ടിയത്. ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കിട്ടുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ചില സ്കൂളിൽ IC എന്ന് പറയും, ചില സ്കൂളിൽ സിംപ്ലി C എന്ന് പറയും. ഇനി അടുത്ത കേസിൽ ഞാൻ എങ്ങനെ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചാലും ആ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ക്രിട്ടിക്കൽ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ 90 ഡിഗ്രിയിൽ ആ പാരലായിട്ടാണ് കടന്നു പോയത്. ഇനിയിപ്പം അങ്ങനെ ഒന്നും പോകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് തിരിച്ച് എവിടോട്ടേ വരത്തുള്ളൂ? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് സ്വന്തം ഇതിലോട്ട് വരത്തുള്ളൂ. അതായത് റിഫ്രാക്റ്റിംഗ് സർഫസ് ആയിരുന്നിട്ട് കൂടി
റിഫ്ലക്റ്റിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ക്രിട്ടിക്കൽ ആംഗിൾ വന്നു കഴിഞ്ഞിട്ടുള്ള അടുത്തതാണ് റിഫ്രാക്ട് ചെയ്ത് എന്തുവാ ദൂരോട്ട് പോകുന്നത്. അങ്ങനെ ചിന്തിക്കല്ലേ. ഇപ്പൊ ഞാൻ ഈ പടത്തിനകത്ത് ഇങ്ങനെ വരച്ചിരിക്കുന്നോണ്ടല്ലോ, ഇപ്പം ഞാൻ ഒരു 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 സെക്കൻഡ് ഞാനൊരു എക്സാമ്പിൾ നോക്കട്ടെ, എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്കിപ്പം ഒരു ഒരു ഉദാഹരണം, ഞാനൊരു ഗ്ലാസ് മെറ്റീരിയൽ എടുക്കുവാണ്. ഇതൊരു ഗ്ലാസ് ആണ് വിചാരിച്ചു, ഇതൊരു ഗ്ലാസ് ആണ്. ഗ്ലാസ്സിന് ഇത്രയും കട്ടിയുണ്ട്, പ്ലെയിൻ ഗ്ലാസ് ആണ്. ഓക്കെ ആണോ? അക്ഷിത കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇവിടെ ഒരു ലൈറ്റ് റേ വന്നു വീണു, ഇവിടെ ഒരു ലൈറ്റ് റേ വന്നു വീണു. ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഈ ഗ്ലാസിന് ഒരു ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ ഉണ്ട്. അത് 41 പോയിന്റ് സംതിങ് ആണ്, അതിനെ 42 ഡിഗ്രിന്ന് എടുക്കാം. ഓക്കെ. അപ്പം ഈ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇപ്പം ഞാനിപ്പം ഇത് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു, ഇവിടാണ് നോർമൽ. അപ്പം ഇത് 43 വിചാരിച്ചു. 43 ആണെങ്കിൽ സാധാരണ ഗ്ലാസ് വീണ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകണം അല്ലേ? പക്ഷെ ഇത് റിഫ്രാക്ട് ചെയ്ത് പോകത്തില്ല. 42-നേക്കാളും കൂടുതൽ 43 വന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. ഇനി 42 തന്നെയാണ് വീണെങ്കിൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ 90 ഡിഗ്രിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് റിഫ്രാക്ട് ചെയ്തു പോകും. മനസ്സിലായോ? അപ്പൊ സാർ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടെങ്കിൽ കറക്റ്റ് അതിന് അതുമായിട്ട് ഈക്വൽ ആയിട്ട് പോകും. അതായത് ക്രിട്ടിക്കൽ, ഇപ്പം ഈ ഒരു സർഫസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാന്ന് വിചാരിച്ചോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ലൈറ്റ് റേ കൊണ്ടുവന്ന് ഇതൊരു ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു നോർമൽ വരയ്ക്കണം. ഈ ആംഗിൾ 42 ആണെങ്കിൽ ഈ ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീണ് ഇങ്ങനെയായിരിക്കും റിഫ്രാക്ട് ചെയ്യുന്നത്. കാരണം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇനിയും എന്ത് ചെയ്യാം, ഞാൻ ഇനിയും ഇവിടെ എന്താണ് 42 ക്രിട്ടിക്കൽ ആംഗിൾ, ഞാനിപ്പോൾ ഇൻസിഡന്റ് ചെയ്യിച്ചത് ഒരു 45 എന്ത് ചെയ്യും, ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങനെ വരും. അപ്പൊ ഈ ആംഗിൾ 45 ആവും, ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ച്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനിയും എന്താണ്, ഇപ്പം ആ സർഫസിന്റെ തന്നെ ഇപ്പം 42 ക്രിട്ടിക്കൽ ആംഗിൾ, പക്ഷെ ഞാനൊരു 40 ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല, നോർമൽ റിഫ്രാക്ഷനേ നടക്കത്തുള്ളൂ. ഇത് ഡെൻസർ റെയർ, അപ്പൊ എന്ത് സംഭവിക്കും, ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ, ഇങ്ങനെ സംഭവിക്കും. ഇപ്പൊ നമ്മുടെ വെള്ളത്തിലെ റിഫ്രാക്ഷൻ കിണറ്റി നമ്മുടെ റിഫ്ലക്ഷനും കാണാൻ പറ്റും, പിന്നെ കിണറിന്റെ അടിവശവും കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ, അത് ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും ക്രിട്ടിക്കൽ ആംഗിളുമായിട്ട് ഈക്വൽ ആയിട്ട് പോകുന്നോണ്ടാണോ? അല്ലല്ല, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതൽ അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ലൈറ്റ്, വൈകുന്നേരവും രാവിലെയും സൂര്യൻ എങ്ങനെയാണ് നിൽക്കുന്നത്, അതായത് സൂര്യൻ കിഴക്കും പടിഞ്ഞാറും ആയിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലയോ. അപ്പോൾ ഉള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒക്കെ ഈ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് വന്ന് വീഴുന്നത്. മനസ്സിലായോ? ആ സമയത്ത് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഉച്ച സമയത്തൊക്കെ നിങ്ങൾ കിണറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു വിസിബിലിറ്റി കിട്ടത്തില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് അടിഭാഗം കാണാൻ പറ്റും നന്നായിട്ട്. മനസ്സിലായോ? ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. മഴവിൽ ഉണ്ടാകുന്നത് ഈ ഒരു കണ്ടീഷൻ മൂലമാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, മിറാഷ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നിങ്ങൾ NH-ലൊക്കെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ ഒത്തിരി മുമ്പിലായിട്ട് വെള്ളം കിടക്കുന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷനാണ്. ഡയമണ്ട് തിളങ്ങുന്നത്, ഒരിക്കലും ഡയമണ്ട് ഇരുട്ട് റൂമിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് തിളങ്ങത്തില്ല. ഡയമണ്ട് തിളങ്ങുന്നതിൻ്റെ ആകെ കാരണം എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഡയമണ്ട് തിളങ്ങാനായിട്ടുള്ള കാരണം. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ മഴവില്ല് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിനു മുമ്പ് കണ്ടീഷനും കൂടെ ഒന്ന് പറയല്ലോ. ഞാനിത് എഴുതിയില്ലല്ലോ. ഈ പടം നിങ്ങൾ വരച്ചായിരുന്നോ? നേരത്തെ പടം വരച്ചോ? ഈ പടം വരച്ചോ മക്കളെ? ഓക്കെ. ഇനി അതിന്റെ താഴോട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്.
എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. when light enters. ഇവിടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ കേട്ടോ. ഒന്ന്, ലൈറ്റ് ഡെൻസറിൽ നിന്നും റെയറിലേക്ക് തന്നെ പോകണം. രണ്ട്, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കണം വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എങ്കിലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. when light enters obliquely from a denser medium to rarer medium, denser medium to rarer medium, and the angle of incidence exceeds the critical angle, the light reflects in denser medium. This is called total internal reflection. എന്നിട്ട് അടുത്ത ഹെഡിങ് എഴുതേണ്ടത് കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒന്ന്, ലൈറ്റ് ഷുഡ് enters ഒബ്ലീക്ക്ലി എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ് കയറണം. ഞാനത് പറഞ്ഞത് സൂര്യപ്രകാശം വൈകുന്നേരവും അതേപോലെ തന്നെ രാവിലെയുമാണ് ചരിഞ്ഞ് വന്ന് മറ്റേ കിണറ്റിലോട്ട് വന്ന് എൻ്റർ ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു 11 മണി മുതൽ ഒരു 1 മണി വരെയുള്ള സമയത്ത്, അല്ലെങ്കിൽ 2 മണി വരെയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം നടുക്കായിട്ടായിരിക്കുന്നത്. അപ്പം ഡയറക്റ്റായിട്ടാണ് വന്ന് വീഴുന്നത്. ആ സമയത്ത് പറ്റത്തില്ല, ഇങ്ങനെ ചരിഞ്ഞ് തന്നെ വന്ന് റേസ് വന്ന് വീഴണം. അപ്പോൾ ലൈറ്റ് ഷുഡ് എൻഡേഴ്സ് ഒബ്ലീക്ക്ലി from a denser medium to rarer medium. രണ്ടാമത്തെ കണ്ടീഷൻ, the angle of incidence should be greater than the critical angle. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി തരും. ഒരു ആരോ ഇട്ടിട്ട് എഴുതും. ക്രിട്ടിക്കൽ ആംഗിൾ, the angle of incidence for which angle of refraction is 90 degree. അതിനെയാണ് ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. റെയിൻബോ ഉണ്ടാകുന്നത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ്. ഡയമണ്ട് തിളങ്ങുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്.
മിറാഷ് ഉണ്ടാകുന്നത്. ഈ മരുപ്പച്ച എന്ന് കേട്ടിട്ടുണ്ട്, മരുഭൂമി കൂടെ നടന്നു. നിങ്ങൾ മറ്റേ ആടുജീവിതമൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ അവർ നടന്നു പോകുന്ന സമയത്ത് വെള്ളം കണ്ടിട്ട് അവൻ ഓടിപ്പോകുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ അത് വെള്ളമല്ല. അപ്പോൾ അത് മിറാഷ് എന്ന് പറയുന്ന ഈ ടോട്ടൽ ആംഗിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന ഒരു തോന്നലാണ്. മനസ്സിലായോ? അടുത്ത ഹെഡിങ് എഴുതാം, റെയിൻബോ. റെയിൻബോ ഡോട്ടിടാം. ഇറ്റ് ഈസ് എ നാച്ചുറൽ spectrum appearing in the rain, in the sky after the rain showers. After the rain showers. മഴ പെയ്ത് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെയിൻബോ എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ സ്പെക്ട്രമാണ്. മഴത്തുള്ളികൾ ശരിക്കും ഒരു പ്രിസമായിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സം വാട്ടർ ഡ്രോപ്ലെറ്റ് remains in the atmosphere even after rain. And these droplets acts as a small prism. ബാക്കിയായിട്ട് തന്നെ പോട്ടെ. വാട്ടർ